ഈ സിഗരറ്റിൻ്റെയും പാൻ മസാലയുടെയും ഇത്തരം കാര്യങ്ങളുടെയൊക്കെ വില കൂടുമ്പോൾ അത് ആരാ വാങ്ങുന്നത്? പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യരാണ് ഇത് കൂടുതലായിട്ട് വാങ്ങുന്നത്. അപ്പോൾ സാധാരണക്കാർ അല്ലെങ്കിൽ തന്നെ പണമില്ലാത്ത മനുഷ്യർക്ക് അവരുടെ ഒരു ഉപഭോഗ വസ്തുവിന് വേണ്ടിയിട്ട് കൂടുതൽ പണം കൊടുക്കേണ്ടി വരിക എന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ വെച്ച് നോക്കിയാലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ആരാണ് ഉപയോഗിക്കുന്ന ഹർഷ ഇപ്പോൾ ഈ ഫോറം മാളിൽ പോയിട്ട് എല്ലാവരും സിഗരറ്റ് വലിച്ച് നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഫോറം മാളിൽ പോകുന്ന മനുഷ്യരല്ല അത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ഇഷ്ടികക്കളത്തിലോ ഒരു കഠിനാധ്വാനം ഫിസിക്കലി ചെയ്യേണ്ടുന്ന സ്ഥലത്തോ ആണ് മനുഷ്യർ ഈ സിഗരറ്റ് വലിച്ചിട്ടും പാൻ മസാല ചവച്ചുകൊണ്ടും ജോലി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആരാണ്? സാധാരണക്കാരായ മനുഷ്യർ. അവർക്കിത് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. കാരണം അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ കഠിനമായിട്ടുള്ള ജീവിതത്തെ മറികടന്ന് പോകാൻ അവർക്ക് കൂട്ടുന്ന ചെറിയ ചെറിയ ആനന്ദോപാധികളിൽ ഒന്നാണിത്. അതിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് ആ നിലക്ക് കാണുകയും തടയുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ആനന്ദോപാധികൾക്ക് തന്നെയും ഇങ്ങനെ വില കൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ തന്നെ പണം അവർ ഈ പറയുന്നത് നിർത്താൻ പറ്റും. അവർക്ക് എല്ലാ ദിവസവും പോയിട്ട് ഈ പറയുന്ന കഠിനമായിട്ട് ശാരീരിക അധ്വാനം ഈ കഠിനമായ വെയിലത്തും മഴയത്തും ചെയ്യുന്ന ആളുകൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അവർ ഒന്നുകിൽ കള്ളക്കടത്ത് സംഗതികളിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ ഇതുവരെ 10 രൂപ കൊടുത്തവൻ 15 രൂപ കൊടുക്കാൻ നിർബന്ധിതനാകും. എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലേക്കും അവൻ്റെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന 5 രൂപ കൂടെ നാളെ അവൻ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഇത് പാവപ്പെട്ട മനുഷ്യന് മേൽ ഒരിടി കൂടെ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ സിനിമാ തിയേറ്ററുകളിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ വലിയ, അത് ഏതാണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പരസ്യമാണ്. കാരണം അത് കാണും തോറും ഓരോ തവണയും നമുക്ക് വേവലാതിയാകും, അയ്യോ ഇത് ഉപേക്ഷിച്ചേക്കാമെന്ന് വലിക്കുന്ന ആൾക്ക് തോന്നും. അത്തരത്തിലുള്ള ഈ ബോധവൽക്കരണ ശ്രമങ്ങൾ പരമാവധി നടത്തുക, സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ബോധവൽക്കരണ ശ്രമങ്ങൾ ഗംഭീരമായിട്ട് നടത്തുക. ഓരോ സംസ്ഥാനങ്ങളിലെയും ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക, അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തുക. ഇതൊക്കെ ചെയ്താൽ തന്നെയും ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവായി പോയിക്കോളും. അതായത് ജീവിത നിലവാരം ഉയരുകയാണ്. സ്വന്തം വീട്ടിൽ കുട്ടികളും കുടുംബമൊക്കെ ഉണ്ട്, അവരെ അടുത്ത ഭാവി സംരക്ഷിക്കണം, അങ്ങനെ നല്ല നിലക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് തന്നെ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അല്ലാതെ അവരുടെ ജീവിതം അങ്ങേയറ്റം ഇരുളാർന്ന ജീവിതമാണ്, അവർ കഠിനമായിട്ടുള്ള ജീവിതമാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലിയും മാനസികമായിട്ടും അങ്ങേയറ്റം കഠിനമായിട്ട് അധ്വാനിക്കുകയാണ്. അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചുകൊള്ളും പണം കൂട്ടിയാൽ എന്ന് കാണുന്നത് തെറ്റായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണുള്ളതെങ്കിൽ നല്ലത് തന്നെ.